കണ്ണുകളുടെ ദൈവസന്നിധിയിലാണ് ഏകാഗ്രതയോട് ദൈവസന്നിധിയിലേക്ക് അകം കണ്ണുകളെ തുറന്നു കടന്നവനാണ്. ദൈവസാന്നിധ്യം ഗ്രൗണ്ടിലേക്ക് വ്യാപരിക്കുക. ഇവിടെ ഒരു കൺവെൻഷൻ നടത്തുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഈ രാത്രി ദൈവം നോക്കുന്നത് ഇതിന്റെ നടുവിൽ എത്ര പേർ ദൈവത്തെ കാണുന്നു, എത്ര പേർ ദൈവഹിതം പ്രകാരം വന്നിരിക്കുന്നു, ആരുടെയൊക്കെ കണ്ണുകൾ ദൈവത്തെ നോക്കുന്നു. വാഞ്ചയോടെ വളരെ താല്പര്യത്തോടെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നവരാണ്. പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ നിലകൊള്ളുവാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ ഗ്രൗണ്ടിൽ നിന്ന്. വന്നത് വെറുതെയാകരുത്, വന്നത് വെറുതെയാകരുത്. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഗ്രൗണ്ടിൽ വരരുത്. ആമേൻ എന്ന് പറഞ്ഞ് പിശാച് വാദിക്കുന്ന മണ്ഡലങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ തകർന്നു പോകുവാൻ പോവുകയാണ്. ഒരു തുടക്കത്തിലെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അവസാനമെന്ന് ക്രിസ്തുവേശുവിന്റെ വരവിക്കലൂടെ വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് വ്യത്യസ്ത ഭാവങ്ങളായി ഇറങ്ങി വരാൻ പോവുകയാണ്. ഈ ഗ്രൗണ്ടിനകത്ത് ഇരുളിന്റെ ശക്തികൾ കടന്നാക്രമിക്കാൻ കഴിയാത്തവരുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീന് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ ദൈവജനത്തിന്റെ പ്രാർത്ഥന പലപ്പോഴും തടസ്സമാ. പലയിടത്തും പ്രാർത്ഥിക്കാറില്ല, പലയിടത്തും പ്രാർത്ഥിക്കാറുണ്ട്. പ്രസംഗിക്കാൻ വരുന്ന ദൈവദാസന്റെ പ്രസംഗത്തിന്മേലല്ല വിടുതൽ നടക്കുന്നത്. ആ ദേശത്തിന് വേണ്ടി ഇടവി നിൽക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന, അത് ഇന്ന് ഗ്രൗണ്ടിൽ അനിവാര്യമാണ്. എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. എവിടെങ്കിലും ചെന്നാൽ പ്രവൃത്തി വെളിപ്പെടണം. പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല. പ്രസംഗത്തിൽ കൂടി പ്രവൃത്തി വെളിപ്പെടുക. ചില രോഗികൾ സൗഖ്യമാകുന്നതോ അല്പമായിട്ട് ഏതെങ്കിലും ഭൂതങ്ങൾ അലറി ഓടുന്നതോ അതിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത് നമ്മുടെ കൺവെൻഷനുകൾ. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് വചനത്താൽ വലിയ പണികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനെ അറിയിച്ചത് ഈ ദേശം ഒരു വല്ലാത്ത ദേശമാണ്. വനമുള്ളത് കൊണ്ടോ ഇവിടെ നാട്ടുകാരില്ലാത്തത് കൊണ്ടോ നാട്ടുകാരുള്ളത് കൊണ്ടോ കൂടുതലായതുകൊണ്ടോ ഒന്നുമല്ല. ഇവിടെ ചില അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന വ്യത്യസ്തമായ ചില വ്യാപാര ശക്തികളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അതിന് കൂടപ്പിറപ്പുകളായ ദൈവദാസന്മാരുടെ സഹകരണം എനിക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾ കൺവെൻഷനുകളിൽ പ്രസംഗിക്കാറുണ്ട്, അത് മറ്റൊരു തലത്തിൽ പ്രസംഗിക്കാറുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി, അത്ഭുത അടയാളങ്ങൾ നടക്കുവാൻ വേണ്ടി. പക്ഷേ ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്റെ ഹിതപ്രകാരം തന്നെ നിവർത്തിക്കട്ടെ. പക്ഷേ അലക്ഷ്യമായിട്ട് ഇരുന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ ആരും മനസ്സ് വെക്കരുത്. വലിയ ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടും. ശ്രദ്ധിച്ചാട്ട് ദൈവത്തിന്റെ കൂടെ നടന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ശിഷ്യന്മാർ, ഇവർ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ട് ഒരു ദിവസം ഭൂതങ്ങളെയൊക്കെ പുറത്ത് ചാടിച്ച് രോഗികളെയൊക്കെ സൗഖ്യം വരുത്തി അത്ഭുതകരമായ അടയാളങ്ങളൊക്കെ കാണിച്ച് ദൈവത്തെ വളരെ പ്രസാദിപ്പിച്ച ഒരു വിഭാഗം. ഇവർ ദൈവസന്നിധിയിലേക്ക് വളരെ ശക്തിയോടെ കടന്നു വന്ന് ശക്തിയോടെ പ്രവർത്തിക്കുന്ന സ്വയം മനസ്സ് വെച്ചവരായ ചില ദൈവത്തിന്റെ അഭിഷിക്തന്മാരാ. ശ്രദ്ധിക്കണം, ഇവര് ഒരു ദിവസം യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ന് ഒരല്പം ആശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞു അവരുടെ മനസ്സ് കണ്ടിട്ട്, അവൻ നിങ്ങൾ പോയി അല്പം ആശ്വസിച്ചു കൊള്ളുക. അപ്പോസ്തലന്മാർ ആശ്വസിക്കാനായിട്ട് പോയ ഒരു സ്ഥലത്ത് നടന്ന സംഭവ വികാസമാ 5 അപ്പത്തെയും 2 മീനെയും ദൈവം ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്നത്. 5 അപ്പവും 2 മീനും എന്ന സബ്ജക്ട് അനേകർ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്തു നിന്നും രുചികരമായ മറ്റൊരു ഭക്ഷണം ഭക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ഈ കൂട്ടായ്മ ഒരു ചർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതോ മറ്റുള്ളവർക്ക് കൂടി വന്ന് സന്തോഷിക്കാനുള്ളതോ ആണ് എന്ന് ധരിക്കരുത്. ഇതിനകത്ത് നിന്നും പ്രവർത്തിക്കുന്നത് എന്നെ കാണിച്ചു. ചങ്ങലയ്ക്കകത്ത് ചങ്ങലയിൽ പൂട്ടപ്പെട്ടത്
എന്നതുപോലെ ചില വ്യക്തികൾ പൂട്ടപ്പെട്ട് താഴും താക്കോലും തിരയുന്ന അവരുടെ ചില കുടുംബങ്ങൾ, സ്വർഗം ഇന്ന് രാത്രി അവരുടെ കയ്യിൽ ചില താഴും താക്കോലും വെച്ച് കൊടുക്കും. പൂട്ടുവാൻ പലർക്കും കഴിയും, പക്ഷേ അഴിച്ചുവിടുവാൻ എല്ലാവർക്കും കഴിയത്തില്ല. പൂട്ടുവാൻ ആർക്കും കഴിയും, പക്ഷേ അഴിച്ചുവിടുവാൻ പലർക്കും കഴിയത്തില്ല. അനേകർ പ്രസംഗിക്കുന്നത് കേട്ടു. ഇന്നലെയും ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുവാനിടയായി. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. വൃദ്ധന്മാരും വൃദ്ധകളും കുഞ്ഞുങ്ങളും ഒക്കെ തുടങ്ങി അനേക ചലനങ്ങൾ ഞാൻ അവരുടെ മധ്യ വെളിപ്പെടുത്തും. പ്രവചിക്കുന്നവരും പ്രവചനം കേൾക്കുന്നവരും വെളിപ്പാട് കാണുന്നവരും വെളിപ്പാട് പറയുന്നവരുമായി വ്യത്യസ്ത തലങ്ങളിൽ ഞാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇങ്ങനെ പലരെയും എഴുന്നേൽപ്പിക്കുമ്പോൾ ചിലരിങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. തോളിൽ തട്ടിയിട്ട്, ബ്രദർ, നിങ്ങൾ ഇറങ്ങിയതിന്റെ എരിവ് കൊണ്ട് ഒരുപക്ഷെ പ്രസംഗിക്കുകയായിരിക്കും. ഇതൊക്കെ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകലൊക്കെ കഴിയുമ്പോൾ കെട്ട് അടങ്ങിപ്പോകും. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ നടന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അതിനുള്ള മറുപടി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. എന്തായിരുന്നു അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്നത്? അത് വൃദ്ധന്മാരും വൃദ്ധകളിലും ചലനമുണ്ടാക്കും. അത് കുഞ്ഞുങ്ങളിൽ ചലനമുണ്ടാക്കും. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അനേകർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവം തന്റെ പ്രവൃത്തി മറ്റുള്ളവരിലൂടെ തന്നെ ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ അറിയിച്ചു. ശ്രദ്ധിച്ചാട്ടെ, ഒരു നിമിഷം എന്നെ ചിന്തിപ്പിച്ച ഒരു സബ്ജക്റ്റ്, അന്ത്യകാലത്ത് ഈ ചലനങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ചെറുപ്പക്കാരെയും കൊച്ചു കുട്ടികളെയും ഒക്കെ ദൈവം കയ്യിലെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില പ്രഗത്ഭന്മാർ പോലും എഴുന്നേറ്റ് വന്നിട്ട് ചിലപ്പോൾ അടുത്തു വന്നിട്ട് പറഞ്ഞു ധരിക്കും, ഇതൊക്കെ ഇറങ്ങിയതിന്റെ തിളപ്പ. ഞാൻ ഇന്ന് രാത്രി തിരുത്തി ദൈവ മക്കളോട് ദേശത്തോട് വിളിച്ചു പറയുന്നു, ഇത് ഇറങ്ങിയതിന്റെ തിളപ്പല്ല, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. ചില വയസ്സന്മാർ എഴുന്നേൽക്കുമ്പോൾ, ചില കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ചില സഹോദരന്മാർ എഴുന്നേൽക്കുമ്പോൾ വയസ്സ് 18 ആയിരിക്കാം, വയസ്സ് ഒരു വ്യക്തി 60 ആയിരിക്കാം. അവർ പഠിപ്പോ പ്രാഗൽഭ്യമോ ഇല്ലാത്തവരായിരിക്കാം. അവർ ഏതെങ്കിലും സ്കൂളിൽ പോയവരായിരിക്കണമെന്നില്ല. പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ ഒരു വ്യത്യസ്ത ചലനം പത്രോസിലൂടെ വെളിപ്പെടുത്തിയ ദൈവം, അഭിഷിക്തന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം അന്ത്യകാലത്ത് പഠിപ്പ് നോക്കി നിൽക്കത്തില്ല, വിദ്യാസമ്പന്നത നോക്കി നിൽക്കത്തില്ല. അവൻ നോക്കുന്നത് തന്റെ സന്നിധിയിലേക്ക് ആർത്തിയോടെ കടന്നു വരുവാൻ മനസ്സു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മധ്യ ഇറങ്ങി വരുവാൻ മനസ്സു വെക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി അവൻ വിളിച്ചു പറയുന്നു. അപ്പോസ്തലന്മാർ വളരെ സന്തോഷത്തോടുകൂടി വലിയ വീര്യപ്രവർത്തികൾ ചെയ്ത് യേശു കർത്താവിന്റെ അടുക്കൽ വന്നു. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞ ഒരു ഭാഗം, അതിന്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വേറിട്ട് ഒരു ഏകാന്ത സ്ഥലത്ത് പോയി അല്പം ആശ്വസിച്ചു കൊള്ളുക. സ്വർഗം വിളിച്ചു പറയുന്ന പരമോന്നതമായ ഒരു ദൂത് ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവസന്നിധിയിൽ വിളമ്പി വെക്കുകയാ. ഭക്ഷിക്കാവുന്നവർ ഭക്ഷിച്ചു കൊള്ളുക. വേറിട്ട് അല്പം ആശ്വസിക്കുവാൻ വളരെ ആഗ്രഹിച്ചിട്ടും യേശു കർത്താവിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ കൈയടിക്കുകയും സ്തോത്രം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തെ നോക്കി എന്റെ സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ വേറിട്ട് ആരാധിക്കുവാനും വേറിട്ട് പ്രാർത്ഥിക്കുവാനും വേറിട്ട് റെസ്റ്റ് ചെയ്യുവാനുമായി ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. എങ്കിൽ നീ ചെല്ലുന്ന ദേശം നിർജ്ജന പ്രദേശമായിരിക്കാം, നീ ചെല്ലുന്ന ഇടത്ത് ശൂന്യത മാത്രമായിരിക്കാം, നിന്റെ കൺമുൻപിൽ കാണുക. എങ്കിലും അവിടെ ഞാൻ നിന്റെ പടകിൽ കൂടെയുണ്ട്. എങ്കിൽ അവിടുത്തെ 5 അപ്പം എനിക്കൊരു വിഷയമല്ല, അവിടുത്തെ 2 മീനും എനിക്കൊരു വിഷയമല്ല. അവിടെ കൂടി വന്ന ജനം നിർജ്ജന പ്രദേശത്ത് ഇരിക്കുന്നുവോ എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ അവിടെ ഒരു ജനവാസ യോഗ്യമായ സ്ഥലമാക്കി മാറ്റാൻ നോക്കുകയാണ്. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ തുടക്കത്തിൽ വിളിച്ചു പറയുന്നു, ഈ കറവൂർ എന്ന് പറയുന്ന ദേശം നിർജ്ജന പ്രദേശം എന്ന് പിശാച് പറഞ്ഞെങ്കിൽ എന്റെ യേശു ചില അപ്പോസ്തലന്മാരെ അവിടേക്ക് അയച്ച് അവരെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർജ്ജന പ്രദേശത്തിന്റെ അവസ്ഥയെ മാറ്റിയെടുത്ത് അവിടുത്തെ 5 അപ്പങ്ങളെ 5000-ങ്ങൾക്കും അടുക്കുവാൻ കഴിയാത്ത രീതിയിൽ വ്യത്യാസപ്പെടുത്തി അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. വേറിട്ടൽപ്പം ആശ്വസിക്കാനായി വിളിക്കപ്പെട്ട ചിലർ അവർ വേഗം പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്നു. അവർ യാത്ര ചെയ്തു പോകുമ്പോ യേശു കർത്താവ് അവരെ പറഞ്ഞു വിട്ടതാ, തനിച്ചല്ല. ആരോടോ ഒരു ദൈവദാസനോട് ഇതിനകത്ത് വിരൽ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നുണ്ട്, ഇറങ്ങി യേശുവിന്റെ ശബ്ദം കേട്ടു. പക്ഷേ യാത്രയിൽ ചെന്നെത്തിയത് ഒരു ഏകാന്ത സ്ഥലത്താ. ഭാരപ്പെടരുത്, അഭിഷിക്തനെ, നിനക്ക് മുമ്പിൽ ഒരു വലിയ പ്രവൃത്തി എന്റെ ദൈവം ചെയ്യുവാൻ ആ സ്ഥലത്ത് തയ്യാറെടുത്ത് നിൽപ്പുണ്ട്. ചെന്ന റൂട്ട് ഒരു പക്ഷെങ്കിൽ ഏകാന്ത സ്ഥലമായിരിക്കും. NH-ലേക്ക് പോകുന്നവരും മദ്രാസിലേക്ക് പോകുന്നവരും ഏതെങ്കിലും ഹൈവേയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പട്ടണങ്ങളിലേക്ക് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ യാത്ര
ചെയ്യാറുണ്ട്. ബാംഗ്ലൂർ പോലെ, മദ്രാസ് പോലെ, ബോംബെ പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്ന വഴികളും വ്യത്യസ്തമായിരിക്കും. പക്ഷെങ്കിൽ ഒന്നെനിക്ക് മനസ്സിലായി, കറവൂരേക്ക് വന്നതിന്റെ വഴി വ്യത്യസ്തമാണ്. ഇടുക്കമുള്ള സ്ഥലത്തേക്ക് പോകുവാൻ, ഇടുക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുവാൻ, ഏകാന്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഒരുപക്ഷെ ദൈവം നിയോഗിച്ച ചിലർ ഇതിനകത്തുണ്ടായിരിക്കാം. അവരുടെ റൂട്ട് ചിലപ്പോ വലിയ വഴിയായിരിക്കത്തില്ല. അവർ ഇടുക്കമുള്ള സ്ഥലത്ത്, ഏകാന്ത സ്ഥലത്ത്, ആരും ചെന്നിട്ടില്ലാത്ത ഇടത്ത് പോകുമ്പോൾ ആദ്യം അവർക്ക് വഴി വെട്ടി 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 പോകേണ്ടി വന്നതിലേക്ക്. പക്ഷേ നീ ചെന്ന് കഴിഞ്ഞാൽ പിന്നൊരുവൻ വഴി വെട്ടേണ്ടി വരത്തില്ല. അവൻ അതുവഴി നടക്കുവാൻ, ഈസിയായിട്ട് ഓടിയെടുക്കുവാൻ, ഈസിയായിട്ട് അവിടേക്ക് എത്തുവാനുള്ള ഒരു വലിയ സാഹചര്യം നിന്നിലൂടെ ദൈവം ഒരുക്കുകയാണ്. ഒരു നിമിഷം തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കി ദൈവം വിളിച്ചു പറയുന്നു, നിന്നെ നടത്തിയ വിധങ്ങൾ വ്യത്യസ്തമാ, പക്ഷേ നീ ചെല്ലുന്ന ഇടത്ത് വ്യത്യസ്തത വെളിപ്പെടുത്തുവാൻ ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ വ്യക്തി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കത് പ്രശ്നമല്ല. ദൈവം പറയുന്നു, ഈ ദേശത്ത് തോമസിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ഏകാന്ത സ്ഥലത്ത് ചെല്ലുന്നുവെങ്കിൽ അവിടെ നിന്റെ കൂടെ വരുവാൻ കരുത്തുള്ള ഒരു നസ്രയൻ എന്ന് നിന്റെ പടകിൽ കയറുവാൻ പദ്ധതി എടുത്തുകൊണ്ടിരിക്കുകയാ. ജനം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആമേൻ സ്തുതിച്ചാട്ട്. ഞാൻ ഒരുപാട് കഷ്ടങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചവനാണ്. ഒരു SNDP ഈഴവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് 1996 സൗദി അറേബ്യയിൽ ദമാമിലേക്ക് പോകുവാൻ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നോട് ദൈവം സൗദിയിൽ ചെന്നതിന് ശേഷം 2001 ഓഗസ്റ്റ് 24 ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായ 18 വർഷം പഴക്കം ചെന്ന മാറാരോഗം എന്നിൽ നിന്ന് പറിച്ചെടുത്തു മാറ്റി. വൈദ്യശാസ്ത്രം എന്റെ മുമ്പിൽ തോറ്റു നിൽക്കുമ്പോൾ എന്റെ യേശു വിളിച്ചു പറഞ്ഞു, എല്ലാവരും തോറ്റു, എല്ലാവരും സുല്ലിട്ടുവെന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ ഇന്ന് വരെ ഞാൻ എന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ക്രൂരമായ രീതിയിൽ ഒരു പെന്തിക്കോസുകാരന്റെ മുഖത്താഞ്ഞടിച്ചിട്ട് എന്നിലെ ശൂര പരാക്രമത്വത്തെ വെളിപ്പെടുത്തിയപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഒരുമിച്ച് എന്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കിടക്കുന്ന ഞാൻ ഇരുട്ടിൽ ആ വേദപുസ്തകം കാലുകൊണ്ട് തട്ടിമാറ്റുമ്പോൾ ഞാൻ അറിയാതെ എന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ച ദൈവം ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിൽക്കണമെന്ന് കണ്ടതുകൊണ്ട് ആ സൗദി അറേബ്യയിൽ തകരുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ദൂത് വിളിച്ചു പറയുകയാ, തമ്പുരാൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്തേണ്ടടുത്തത് എത്തും. എത്തിയാൽ അവിടെ ദേശവും ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിർജ്ജന പ്രദേശമെന്ന് മനസ്സിലാക്കിയിട്ടും സഹോദരങ്ങൾ പുറപ്പെട്ടു പോകുവാൻ അവർ പ്ലാൻ ചെയ്തപ്പോൾ യേശുവരുടെ പടകിൽ കയറി. മനസ്സ് വെക്കുന്നവർക്ക് കൂടെ യാത്ര ചെയ്യുവാൻ എന്റെ യേശു ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ ശരിക്കും പോരാടി നിൽക്കുന്ന ഒരു വ്യത്യസ്ത രാത്രിയാ. പക്ഷേ ഒന്നെനിക്കറിയാം, അതിന്റെ നേരെ തയ്യാറെടുത്തുകൊണ്ട് യേശു മറുഭാഗത്ത് നിന്ന് കഴിഞ്ഞിരിക്കുകയാ. ഇത് തുടങ്ങിയതൊരു നിർജ്ജന പ്രദേശത്താ, പക്ഷെ ഇത് അവസാനിക്കുന്നത് ഒരു വലിയ ജനവാസമുള്ള ദേശമായിട്ടാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരുമിച്ച് ആത്മീയ സഹായിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ ഇടി മുഴക്കത്തിന്റെ ശബ്ദത്തോടുകൂടി അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദേശത്ത് അധിവസിക്കുവാൻ പോവുകയാ. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവ് മനസ്സ് വെക്കുമ്പോൾ അലക്ഷ്യമായി ഇരിക്കരുത്. ഒരുമിച്ച് അഭിഷേകത്തെ റിലീസ് ചെയ്തുകൊണ്ട്, ഒരുമിച്ച് ദൈവവചനത്തെ റിലീസ് ചെയ്തുകൊണ്ട്, ഒരുമിച്ച് ദൈവശക്തിയെ റിലീസ് ചെയ്തുകൊണ്ട് 2001 വരെ യാത്ര ചെയ്ത വഴികൾ എന്നെ തേടി ആരും അവിടെ വന്നിരുന്നില്ല. ഒരു മുറിക്കകത്ത് ഒരു പ്ലാസ്റ്റിക് കസേരയിൽ 1000-ഓളം രൂപ വരുന്ന ഒരു ക്യാപ്സൂൾ എന്റെ ശരീരത്തിൽ ക്രിയ ചെയ്യാതെ ഡോക്ടർമാരുടെ എല്ലാ മരുന്നും ഫെയിലായിരിക്കുമ്പോൾ മരുന്ന് കയ്യിലെടുത്ത് വെച്ച് കണ്ണുനീരോട് കരഞ്ഞു. കുഞ്ഞുങ്ങളെ കാണണം, എന്റെ ഭാര്യയെ കാണണം, എന്റെ അമ്മയെ കാണണം. എന്തായിരിക്കും എന്റെ മുന്നോട്ടുള്ള പദ്ധതികൾ? ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. ലക്ഷങ്ങളുടെ കടഭാരം, കമ്പനിയിൽ എന്നെ കയറ്റിവിടും. എങ്ങനെയായിരിക്കും എന്റെ ജീവിതത്തിന്റെ വഴിയിൽ ഇനിയുള്ള എന്റെ യാത്ര? കണ്ണുകൾ ഞാൻ പോലും അറിയാതെ നിറഞ്ഞൊഴുകുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ആ മുറിയിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അന്ന് യോർദാനിൽ വെച്ച്
എൻ്റെ യേശുവിനെ ലാക്കാക്കി. യോഹന്നാൻ സ്നാപകനായ യോഹന്നാൻ അവൻ അവിടെ സ്നാനപ്പെടുത്തുവാൻ കാതോർത്ത് ദൈവശബ്ദത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു കർത്താവിന്റെ കാലടികൾ അവനെ ലക്ഷ്യം വെച്ച യോർദാനിലേക്ക് കടന്നു വന്നു. മനസ്സ് വെച്ചപ്പോൾ ഇറങ്ങുവാൻ മനസ്സ് വെച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങേണ്ടവനും ഇറങ്ങി വന്നു. അനുഭവത്തിൽ കൂടെ വിളിച്ചു പറയുകയാ, ആ യോർദാനിലേക്ക് കാല് വെക്കുവാൻ മനസ്സില്ലാത്ത പലരും, വ്യക്തമായ ഉത്തരവാദിത്വത്തോടുകൂടി കാല് വെക്കുവാൻ മനസ്സില്ലാത്ത പലരും അറച്ചറച്ച് നിൽക്കുമ്പോൾ അവൻ ശക്തിയോടുകൂടി ദൈവിക ഉദ്ദേശത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി വിളിച്ചതും അയക്കപ്പെട്ടതും എന്തിനാണെന്ന് മനസ്സിലാക്കി ഈ യോർദാനിലേക്ക് കാല് വെക്കുവാൻ മനസ്സ് വെക്കുന്നുവെങ്കിൽ സ്വർഗം വിളിച്ചു പറയുന്നു, നിന്റെ 30 വർഷമായ വീർപ്പ് മുട്ടലിന് ഇന്ന് രാത്രി ഞാൻ വിരാമം കുറിക്കാൻ പോവുകയാ. ഈ യോർദാൻ ഒരുപക്ഷെ നിനക്ക് മരണ യോർദാനായിരിക്കാം, ഇതൊരുപക്ഷെ നിനക്ക് നീന്തി കടക്കാൻ കഴിയാത്തതായിരിക്കാം. ആയിരങ്ങൾ അവിടെ സ്നാനമേക്കുന്നു. ലൂക്കോസ് 3:21, 22 അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു കർത്താവ് സ്നാനമേറ്റു. പക്ഷെ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കേട്ടോ. അവൻ ജനമെല്ലാം വന്നിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ ചിലര് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പറന്നിറങ്ങുവാൻ തയ്യാറെടുത്തുകൊണ്ട് ഒരു ദൈവ സാന്നിധ്യം നിന്നെ ഉന്നം വെച്ചുകൊണ്ട്, നിന്റെ പേര് വിളിച്ചുകൊണ്ട്, നിന്റെ ഇറക്കം കണ്ടുകൊണ്ട്, നിന്റെ വരവ് കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിന് മുകളിൽ തയ്യാറെടുത്തു നിൽക്കുന്ന ദൈവിക കാഴ്ച ഞാൻ കാണുകയാ. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിർജ്ജന പ്രദേശമായിരിക്കാം, പക്ഷെ അവിടെ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ ഞാൻ അവിടേക്ക് ഇതിന്റെ കൂടെ കടന്നു വരികയാണ്. ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടു കൂടി ആ സ്ഥലത്തേക്ക് കടന്നു ചെന്നു. പക്ഷേ അവർ ആ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടത് പട്ടണങ്ങളിൽ നിന്നും ഊരുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വലിയ ജനക്കൂട്ടം പോയത് വേറിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ചെന്ന ഇടത്ത് ദൈവത്തിന്റെ ആത്മാവ് അവരെ റെസ്റ്റ് ചെയ്യുവാൻ അനുവദിച്ചില്ല. അവരുടെ മനസ്സ് വ്യാകുലപ്പെടാൻ തുടങ്ങി. കണ്ട ജനത്തെ കണ്ടുകൊണ്ട്, പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവർ വേഗം യേശു കർത്താവിനെ തോണ്ടി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവരൊക്കെ എന്ത് ചെയ്യാനാ വന്നിരിക്കുന്നത്? നീ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ അയച്ചു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ചിലത് ദൂത് വിളിച്ചു പറയുന്നു. രാജ്യത്തെ നോക്കി, ദേശങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി വിളിച്ചു പറയുന്നു, നീ ചെന്നതും നീ ഉദ്ദേശിച്ചതും ലക്ഷ്യം ഒന്നായിരുന്നു, പക്ഷേ നീ ചെന്ന് കാലുകുത്തിയ നിമിഷം മുതൽ അനുഭവിക്കാൻ പറ്റിയത് മറ്റൊന്നായിരുന്നു. പക്ഷേ യേശു പറയുന്നു, പ്രതീക്ഷിക്കാത്തത് നിന്റെ മുമ്പിൽ വരുമ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഞാനും അവിടെ നിൽപ്പുണ്ട്. വിശ്വസ്തനായി നിന്റെ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, നിനക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വസ്തനായി ഒരുവൻ നിന്റെ കൂടെ നിൽപ്പുള്ളത് മനസ്സിലാക്കി ഇന്ന് രാത്രി അവന്റെ ശബ്ദത്തിന് കാത് കൊടുക്കണമെങ്കിൽ ജീവിതത്തിന്റെ പല നിർജ്ജന പ്രദേശങ്ങളിലും പല ശൂന്യതയുടെ മണ്ഡലങ്ങളിലും എന്റെ ദൈവം ചെറുത് നുറുക്കി കയ്യിൽ തന്നു വിടുവാൻ ഈ പന്തല് അവൻ ഈ ഗ്രൗണ്ടിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? വെറും ശൂന്യതയുടെ പാത്രങ്ങളുമായി വന്നവരെ നോക്കി യേശു വിളിച്ചു പറയുന്നു, ഉള്ളത് നീ കയ്യിലേക്ക് എടുത്തതാ, ഞാൻ ചിലത് നിന്റെ കയ്യിലേക്ക് മടക്കി തരാൻ പോവുകയാ. എടുത്തു തരുന്നതല്ല തരുന്നത്, മടക്കി തരുന്നത് വ്യത്യസ്തമായതായിരിക്കും. അവിടെ മൊത്തം വ്യത്യസ്തമായ സ്ഥലം. ഹോട്ടലൊന്നുമില്ല, 5 സ്റ്റാർ ഹോട്ടലൊന്നും, ഒരു ബക്കാലയും ഇല്ല, അവിടെ ഒരു ബുഫറ്റും ഇല്ല. ആൾക്കാരെന്നെ സൂക്ഷിച്ചു നോക്കി. വലിയൊരു ജനക്കൂട്ടം. കർത്താവ് പെട്ടെന്ന് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം ചിലരെങ്കിലും വയറൊക്കെ തപ്പിക്കാണും. വിശപ്പ് അവരുടെ അകത്തുകൂടെ ഓടുവാൻ തുടങ്ങി. നമ്മുടെയൊക്കെ നാട്ടു നടപ്പിന്റെ സ്വഭാവമല്ലേ? ഒരു കൂട്ടം ശിഷ്യന്മാർ ഓടി വന്നിട്ട് കർത്താവിനെ വീണ്ടും തൊട്ടിട്ട് പറഞ്ഞു, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഇങ്ങനെ പോവരുത്, സമയം ഒത്തിരിയായി, പെട്ടെന്ന് നിർത്തണം, വണ്ടിയൊന്നുമില്ല, ഇവരെയൊക്കെ ഊരുകളിൽ പറഞ്ഞു വിടണം, പട്ടണങ്ങളിൽ പറഞ്ഞു വിടണം, ആഹാരം കൊടുക്കാനൊന്നുമില്ല, ഇവരൊക്കെ താൽക്കാലികമായിട്ട് വന്നവരായിരിക്കാം, ഇവരെ പറഞ്ഞു വിടാൻ നമുക്കൊരുമിച്ച് എൻജോയ് ചെയ്യാം. ഇതൊക്കെ കേട്ട് കർത്താവ് സൂക്ഷിച്ചു നോക്കി. താൻ എന്നിട്ട് വിളിച്ചു പറഞ്ഞൊരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. സഹോദരന്മാരെ, ശിഷ്യന്മാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവർ യാദൃച്ഛികം വന്നതല്ല. ഒരു പക്ഷേ മൈക്ക് കെട്ടിയതും ഈ ലൈറ്റൊക്കെ ഇവിടെ കെട്ടിവെച്ചതും ഇവിടെ ഇങ്ങനെ ഒരു മഹായോഗം നടത്തുന്നതും ചിലരെങ്കിലും അവൻ ഇങ്ങനെ ചിന്തിക്കും, ഇത് ഇവരൊക്കെ പ്ലാൻ ചെയ്തതാ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു,
ഇത് പ്ലാൻ ചെയ്തത് യേശു കർത്താവ്. അവൻ പ്ലാൻ ചെയ്തിട്ട് അപ്പോസ്തലന്മാരെ ആ വഴിയിലേക്ക് അയച്ചു വിട്ടു കൊടുക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോ കർത്താവ് അവിടെ നിന്നുകൊണ്ട് തന്റെ പദ്ധതികൾ ഓരോന്ന് ചെയ്യുവാൻ തുടങ്ങി. പെട്ടെന്ന് വ്യാകുലപ്പെട്ട സഹോദരന്മാർ യേശു കർത്താവിനെ നോണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിപ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഈ ജനമൊക്കെ ഞാൻ ആകർഷിച്ചിട്ട് കൊണ്ടുവന്നതാ, ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. അല്ല കർത്താവേ, ഇവിടെ ഹോട്ടലൊന്നുമില്ല, ഇവിടെ വീടില്ല, കൂടില്ല, ഇതൊക്കെ നിർജ്ജന പ്രദേശമാ, എന്താ ചെയ്യുന്നത്? ഇവർക്കൊക്കെ കൊടുക്കുവാൻ നമ്മുടെ പക്കൽ വല്ലതുമുണ്ടോ? യേശു കർത്താവ് ഒരുപക്ഷെ മുഷിഞ്ഞ് സഹോദരന്മാരെ നോക്കിക്കാണും. കൂടെ നടന്ന് വീര്യപ്രവർത്തികൾ കണ്ടവർ, കൂടെ നടന്ന് അത്ഭുതം ചെയ്ത പലർക്കും ആമേൻ എന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയോ? ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, കൂടെ നടക്കുന്ന ചിലരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുകയും അപ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന ജനത്തിന്റെ വയറിനെ നിറയ്ക്കുകയും വന്ന അഭിഷിക്തന്മാരുടെ കയ്യിലല്ല, ചിലത് കൊട്ടയിൽ അവരുടെ തലയിൽ ചുമക്കുമാറ് കൊടുത്തു വിടുവാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പരിലസിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തമായി ഞാൻ കാണുകയാ. യോർദാന്റെ ആമേൻ നദിക്കരയിലേക്ക് നാളുകളായി വീർപ്പുമുട്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അഭിഷിക്തന്റെ വേദന സ്വർഗം കാതോർത്തു. താൻ വിളിച്ചു പറഞ്ഞു, യേശു കർത്താവേ, അല്ലെങ്കിൽ യേശുവേ, അല്ലെ മകനെ, ഒന്ന് എഴുന്നേൽക്ക്. നീ എത്ര നാളായി വീർപ്പുമുട്ടിയിരിക്കുകയാ? ജനിച്ചത് കൃപയോടുകൂടിയതാ. അവൻ ജനിച്ചത് പിറന്നു വീണത് സത്യം നിറഞ്ഞവനായിട്ട വചനം ജനമായി തീർന്ന യേശു കർത്താവ് തന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, നിന്നെ വിളിച്ചു വേർതിരിച്ചതിന്, നിന്നെ അഭിഷേകം ചെയ്യുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സ്നാപകൻ അവിടെ വന്നിട്ടുണ്ട്. നീ അവന്റെ വസ്ത്രം നോക്കരുത്, നീ അവന്റെ ഉടുപ്പ് നോക്കരുത്, അവന്റെ ശൈലി നോക്കരുത്. നീ ആ യോർദാനിലേക്ക് ഓടി വരിക. ഈ ദേശത്ത് നോക്കി 27 കുടുംബങ്ങളോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ യോർദാനിൽ ചിലത് സംഭവിക്കും. വേഗം ഇറങ്ങി വരിക, വേഗം ഇറങ്ങി വരിക. ഇത് ദൈവത്തിന്റെ ശബ്ദം. വീർപ്പുമുട്ടലിന്റെ നടുവിൽ തന്റെ വിളിയുടെ ശബ്ദം അകത്തൊളിപ്പിച്ചു വെച്ച് ദൈവത്തിന്റെ ശബ്ദത്തിന് കാതുകൊടുത്ത അഭിഷിക്തൻ യേശു കർത്താവ് അമ്മയോട് ചോദിച്ചില്ല, അച്ഛനോട് ചോദിച്ചില്ല. വേഗം ആ യോർദാനിലേക്ക് ഓടി വന്ന ഭാഗം വന്നിട്ട് താൻ ആ യോർദാനിൽ നിന്നുകൊണ്ട് സ്നാപക യോഹന്നാനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ സ്നാനമേൽക്കുന്നതാ ഇഷ്ടം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, എന്റെ പിറകിൽ ഒരുവന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന്റെ ചെരുപ്പ് അഴിപ്പാൻ, വാറഴിപ്പാൻ, അവന് ആ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്താ ഇതിന്റെ അർത്ഥം? തനിക്ക് ചെയ്യുവാൻ കഴിയാത്ത പലതും ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ അവന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. താൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന്റെ സിമ്പിൾ ഞാൻ എന്റെ ശരീരത്തിൽ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടെ ചിലത് നടക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് ഓൺ ബോഡി ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവൻ ഒരുപക്ഷെ ജനമൊക്കെ കൂടി വന്നിട്ടുണ്ട്, അവർക്കത് അറിയണമെന്നില്ല. പക്ഷേ അറിയേണ്ടവൻ അറിയുമ്പോൾ അറിയിക്കേണ്ടവനായി യോർദാനിൽ വന്നിട്ട് അവൻ അത് അറിയിച്ചിട്ടല്ലാതെ പോകത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ. യോർദാനിലേക്ക് വന്നു, ജനമെല്ലാം നോക്കി നിൽക്കുന്നു, പ്രമാണിമാർ നോക്കി നിൽപ്പുണ്ട്, സംഘടന നേതാക്കന്മാർ നോക്കി നിൽപ്പുണ്ട്, സ്നാനപ്പെടുത്തുന്ന വ്യക്തി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ യേശുവിനെ നോക്കി സ്വർഗം വിളിച്ചു പറഞ്ഞു, അന്തരാത്മാവിൽ ഇറങ്ങ്, നീ ആ യോർദാനിലേക്ക്. പലർക്കും തലവേദനയായ യോർദാന്റെ ഗതി നിന്നിലൂടെ മാറ്റിമറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ പ്രേരിപ്പിച്ച ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രി ഇതിനകത്ത് 3 ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ചില നിയോഗങ്ങൾ നിയോഗിക്കപ്പെട്ട് ചില ഇതിനകത്ത് വിഷമത്തോടിരിക്കുമ്പോൾ എന്റെ ദൈവം വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി നിന്റെ നിയോഗം നാട്ടുകാർ കേൾക്കെ, അവൻ വീട്ടുകാർ കേൾക്കെ, ഞാനൊരു ശബ്ദത്തിൽ നിന്റെ മേൽ പകർന്നു തന്ന ഒരു പ്രവൃത്തിയുടെ ആരംഭത്തിനാൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നിലൂടെ ചലനം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാക്കുന്നവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇനിയുള്ള കൺവെൻഷനുകൾ 2006-2007 വർഷങ്ങളിലുള്ളത് വ്യത്യസ്തമായതായിരിക്കും. ഒരുപക്ഷെ അത് ജാതികളോട് സുവിശേഷം പറയുന്നതായിരിക്കത്തില്ല, ഒരുപക്ഷെ ഏതെങ്കിലും ഭൂതത്തെ ഇറക്കാനുള്ളതായിരിക്കത്തില്ല, ഒരുപക്ഷെ അത് ഏതെങ്കിലും രോഗിയെ സൗഖ്യമാക്കുവാനായിരിക്കണമെന്നില്ല. പക്ഷെ സ്വർഗം തിരുത്തി പറയുന്നു, ചില അഭിഷിക്തന്മാരെ പണിയുകയും ചിലതിനെ കൊടുങ്കാറ്റായി എടുത്തുപയോഗിക്കുവാൻ രാജ്യവ്യാപകമായി ഒരാത്മാവിന്റെ തീയുടെ പകർച്ചയുമായി ചിലരെ അയക്കുവാനുള്ള ദൈവിക നിയോഗം, ചിലതിന്റെ അകത്ത് വിളിച്ച വിളികളെ ഉറപ്പിക്കുകയും ചിലതിനെ അയച്ചതിന്റെ പ്രത്യക്ഷത അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അഭിഷേകത്തിന്റെ പകർച്ചയുടെ, കൃപാവരങ്ങളുടെ പകർച്ചയുടെ, അഗ്നിയുടെ പകർച്ചയുടെ, ദൈവിക അധികാര ശുശ്രൂഷകളുടെ അതോറിറ്റിയുടെ പകർച്ചയുടെ ദിനരാത്രങ്ങളായിരിക്കും. അതൊന്ന് പ്രാപിച്ചാൽ അവിടെ നടക്കേണ്ടത് നടക്കും. എന്താ സംഭവിച്ചത്?
നോക്കി. പലരോട് കൂടി നിൽപ്പുണ്ട്. അവരോടൊക്കെ സ്വർഗം പറഞ്ഞു കാണും, ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്നിറങ്ങണം, ഞാൻ നിന്നിലൂടെ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കണം. പല മനുഷ്യരെയും അന്വേഷിച്ച് ഒരു ദിവസം യേശു കർത്താവിനെ ദൈവം വചനത്താൽ ഉരുവാക്കി, സാക്ഷാൽ വചനം ജഡമായി, അവൻ സർവശക്തനായ ദൈവം തന്നെ ജഡമായി തീർന്ന് ആ യോർദാനിലേക്ക് കാലുകൾ വെച്ച് കടന്നു വന്നു. എന്താ ലക്ഷ്യം? ഒന്നായിരിക്കണം. ഇറങ്ങുവാനുള്ള മനസ്സൊന്നായിരിക്കണം, പ്രവർത്തിക്കാനുള്ള മനസ്സൊന്നായിരിക്കണം. ഉറപ്പായിട്ടും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി രാജ്യവ്യാപകമായി ആ വ്യക്തിയിലൂടെ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് എന്നെ വിരൽ ചൂണ്ടി കാണിക്കുന്നത് 3 ദൈവദാസന്മാരെയാ. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അവർ അഭിഷിക്തന്മാരോ അതല്ല, അവർ ചിലപ്പോൾ വിളിക്കപ്പെട്ടവരോ നിയോഗിക്കപ്പെട്ടവരോ ആയിരിക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നിവിടെ ചെയ്തത് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും, നീ അറിയത്തില്ല, നീ കയറി നിൽക്കുക, ഞാൻ നിന്നിലൂടെ സംസാരിക്കും. ഇങ്ങനെ ഞാൻ ഇതുവരെ ശുശ്രൂഷിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില നിയോഗങ്ങൾ അഗ്നിയിൽ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ചിലരുടെ മേൽ ഇറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. കാരണം ഈ യോർദാന്റെ ഗതിയൊന്ന് തിരിയണം. അവന് ഗലീലയുടെ അവസ്ഥയൊന്ന് മാറണം, യെരൂശലേമിന്റെ അവസ്ഥയൊന്ന് മാറണം, യഹൂദയുടെ അവസ്ഥയൊന്ന് മാറണം. ഈ ഭൂമി ഒന്നറിയണം, അഭിഷേകം എന്നൊന്നുണ്ട്. ഈ ഭൂമി ഒന്നറിയണം, വചനം ജഡമായി തീർന്നു. ഈ ഭൂമി ഒന്നറിയണം, യേശു കർത്താവ് ഉരുവായിരിക്കുന്നു. ഈ ഭൂമി ഒന്നറിയണം, സർവശക്തന്റെ പ്രവർത്തികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് യോർദാനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നോക്കി നിന്ന് ജനം നോക്കി നിൽക്കെ താൻ യോർദാനിലേക്ക് ഇറങ്ങി തിരിച്ചു കയറി 2 കരങ്ങളും വിടർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലാത്തത്, ആമേ, മറ്റുള്ളവരുടെ വിടുതലിനായി, എന്റെ കുടുംബത്തിന്റെ വിടുതലിനല്ല, എന്റെ ദേശത്തിന്റെ രാജ്യത്തിന്റെ വിടുതലിനായി എന്റെ മേൽ ഇറക്കണമേ. ശബ്ദമുയരുവാൻ തുടങ്ങി. അവൻ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയുകയാ, ദൈവം നിയോഗത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ഹിതമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പു തരികയാ, അത് തടയുവാൻ പറ്റിയ പിശാചി ഭൂമിയുടെ മുകളിലില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച പാർസി പ്രഭുവിന്റെ ശക്തികളും അവിടെ ഉണ്ടായിരുന്നു. പിശാച് തളം കെട്ടിക്കിടക്കുന്ന ഇടം, അവന്റെ അധിവാസം ശക്തിയോടുകൂടി അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആര് സഹായിക്കും, ആര് വിടുവിക്കുമെന്ന് പറയുന്നത് കരയുന്ന ഒരു കൂട്ടം ജനം. ദുഃഖിതന്റെ ദുഃഖം മാറ്റുവാൻ, അവൻ മനസ്സിന്റെ മുറിവ് കെട്ടുവാനായി നിയോഗിക്കപ്പെട്ടവൻ എവിടൊക്കെയോ ഇരിക്കുന്നു. തന്റെ പ്രവൃത്തികൾ തന്നിലൂടെ വെളിപ്പെടുവാൻ ലോകം അനുവദിക്കുന്നില്ല. പക്ഷേ സമൂഹം അനുവദിക്കാത്തതോ, അവൻ ശക്തികൾ അനുവദിക്കാത്തതോ, അന്തരീക്ഷ വ്യാപാര മണ്ഡലങ്ങൾ അനുവദിക്കാത്തതോ, അനുവദിക്കുന്ന ദൈവത്തിന്റെ ശക്തിയ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ഇറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിലെ സമയം വേർതിരിക്കും. നോക്കരുത്, വന്നിരിക്കുന്ന യോഹന്നാന്റെ ഷേപ്പ്, അവൻ സ്വർഗം പറയുന്നു, വന്നിരിക്കുന്ന യേശുവിന് ജലത് നൽകുവാൻ, വന്നിരിക്കുന്ന ദൈവജനത്തിന് ജലത് നൽകുവാൻ സ്വർഗം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. വന്നത് നീ ഏകാന്ത സ്ഥലത്തായിരിക്കും, പക്ഷെ മടങ്ങുമ്പോൾ നിന്റെ തലയിൽ വെക്കുവാൻ പറ്റിയ ചിലത് ദൈവത്തിന്റെ ആത്മാവ് ചില സഞ്ചികളിൽ കണ്ടിട്ടുണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഈ പ്രാർത്ഥനയിൽ, ഈ രാത്രിയിലെ കൺവെൻഷനിൽ ഏതോ ഒരു ദേശത്ത് ഇന്ന് രാത്രി ഒരു കാർ മോഷണത്തിനായിട്ട് പദ്ധതിയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അത് മോഷ്ടിക്കപ്പെടുമ്പോൾ അവന്റെ കയ്യെ പിടിക്കുന്ന ഒരു ദൂതൻ അവിടെ വെളിപ്പെടും. ഇനിയുള്ള ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ദേശം വ്യാപകമായിട്ട് കൺവെൻഷനുകൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, റിസൾട്ട് എന്താ കണ്ടത്? എത്ര ജാതിയർ അവിടെ കൂടി വന്നു, എത്ര മർത്തോമക്കാർ കൂടി വന്നു, ജ്ഞാനയക്കാർ കൂടി വന്നു, കത്തോലിക്കക്കാർ കൂടി വന്നു. ചോദ്യത്തിന്റെ മറുപടി ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാ. നീ നടത്തേണ്ടത് നടക്കുമ്പോൾ, നീ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ, നീ ഇറങ്ങേണ്ടതിനായി ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറയണ്ടു, അവൻ ഇറങ്ങേണ്ടത് നിന്റെ മേൽ ഇറങ്ങൂ. ഇറങ്ങിയാൽ പിന്നകത്തിരിക്കുന്ന പത്രോസ്, പിന്നകത്തിരിക്കുന്ന യോഹന്നാൻ, പിന്നകത്തിരിക്കുന്ന പൗലോസുമാർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. നിശ്ചയമായിട്ടും ഇന്ന് രാത്രി ആ ദൈവിക അനോയിന്റിംഗിന്റെ വ്യാപാരം ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് പകരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് അതിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്? അവർ മാത്രം ഒന്ന് ദയവായി കരമുയർത്തുമോ? പരിശുദ്ധാത്മാവ് രാജ്യങ്ങളെ കത്തിക്കുന്ന തീയുമായി ചിലതിനെ അഭിഷേകം ചെയ്യുവാൻ ജാതി ഇന്ന് നോക്കത്തില്ല, മതം ഇന്ന് നോക്കത്തില്ല, വസ്ത്രധാരണം നോക്കത്തില്ല. പക്ഷെ നീ അകത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നിലേക്ക് ചിലത് പകർന്നു തരുവാൻ, ചില പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ, ചില പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാൻ, ചില പുതിയ കൃപകൾ ഏൽപ്പിക്കുവാൻ ഇന്ന് രാത്രി മനസ്സ് വെക്കുകയാണ്.
ഇവിടെ ഒരു അഭിഷിക്തനും എഴുന്നേൽക്കത്തില്ല. പക്ഷേ ഇന്ന് രാത്രി പ്രവചിച്ച് പറയുന്നു, ഇവിടെ അഭിഷിക്തന്മാർ എഴുന്നേക്കൂ, ഇവിടെ ദൈവ പ്രവൃത്തി എഴുന്നേക്കൂ, ഇവിടെ പ്രാവിറങ്ങി വരൂ. അവൻ ആധിപത്യം സ്ഥാപിക്കൂ, അവൻ ചെങ്കോല് ചിലതിനെ ഏൽപ്പിക്കൂ. പലരും നോക്കി നിൽക്കുകയാ, പലരും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാ, പലരും മുഖത്തെ വെള്ളം തുളച്ചു കളയുമ്പോൾ യേശു കർത്താവിന്റെ മേൽ ഒരു പരിശുദ്ധാത്മ സാന്നിധ്യം മറ്റുള്ളവർ കാണെ വേഗരൂപത്തിൽ ചിറകുകൾ അടിച്ച് അതിറങ്ങി വരുന്നത് കണ്ട യോഹന്നാൻ പോലും തരിച്ചു നിന്നുപോയെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ നടത്തിയവരെ, വന്ന് കാണുന്നവരെ, കണ്ണ് കേൾക്കുന്നവരെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലതിന്റെ മേൽ ഇറങ്ങേണ്ടത് ഇറങ്ങി വരും. അത് തടയുവാൻ ഒരു പിശാചിനും കഴിയത്തില്ലെന്ന് ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാ. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാ. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് ആര് ഏറ്റെടുക്കുന്നുവോ അവിടെ നിന്നും പ്രവൃത്തിയുടെ തുടക്കം. ലൂക്കോസ് 3:21 ഇങ്ങനെ വായിക്കുന്നു, യേശു താനും തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തനിക്ക് 30 വയസ്സായിരുന്നു. അവൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തിയാൽ 30 വയസ്സ് വരെ വളരെ വീർപ്പുമുട്ടിയിരുന്ന വ്യക്തിയെ കുറിച്ച്, ആ യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒന്നെനിക്കറിയാം. വേദപുസ്തകം യോഹന്നാൻ 20:21 ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞ തിരുവചനത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. എങ്ങനെ യേശുവിനെ പിതാവ് അയച്ചു? ഒരല്പം ഞെരുക്കത്തോടുകൂടി, അല്പം ടെൻഷനോടുകൂടി യേശു കർത്താവിനെ യോർദാനിലേക്ക് ഇറങ്ങുവാനായി മനസ്സ് വെച്ച ദൈവം താൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുവാൻ മനസ്സ് വെച്ചു. ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറെടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിലാക്കി നിന്റെ പേര് പറഞ്ഞ്, നീ ഉടുത്ത വസ്ത്രത്തിന്റെ കളർ നോക്കി, നിന്റെ ശബ്ദം നോക്കി, നിന്റെ പ്രാർത്ഥന നോക്കി, നിന്റെ ഇരിപ്പ് നോക്കി, ഇതിന് മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ നിവൃത്തീകരണം ഇതിനകത്ത് നടക്കാൻ പോവുക. വർഷങ്ങളായി ജനത പ്ലാൻ ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവിഷ്കരിച്ച ഒരു കൺവെൻഷൻ ആണെന്ന് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ. ഇതിന് പിന്നിൽ കൂടെ നടന്നു വരുന്നത് എന്റെ യേശു കർത്താവിന്റെ ശബ്ദമാ. ആകാശ വിധാനങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ അവൻ നോക്കത്തില്ല. ഒരുപക്ഷെ ദാനിയേലിന് അത് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ വിളിച്ചു പറയുന്നു, പിശാചിനോ മന്ത്രവാദത്തിനോ ആ വിചാരങ്ങൾക്കോ അവിടെ ഒന്നിനും കുറവില്ലായിരുന്ന ഇടത്ത് യേശു മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആത്മാവായി ഇറങ്ങി വരുവാൻ തുടങ്ങി. അതുവരെ ചലിച്ചിട്ടില്ലാത്ത ചലനങ്ങൾ ആ യോർദാനിൽ ചലിക്കാൻ തുടങ്ങി. യോഹന്നാൻ സ്നാപകൻ തനിച്ചു പോയി കാണൂ, കൂടെ നിന്നവരൊക്കെ തോകമൻ കോരി തരിച്ചു കാണൂ. പെട്ടെന്ന് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, ഇന്ന് മുതൽ ഈ യോർദാനെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു, ഇത് മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കട്ടെ. അതേ ശബ്ദത്തിൽ ഇന്ന് രാത്രി ഞാൻ ഇക്കുറവൂർ ദേശത്തെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടുത്തെ ഞെരുക്കത്തിനൊരു വിരാമമിടുവാൻ, ഇവിടുത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് വിരാമമിടുവാൻ, ഇവിടുത്തെ ദാമ്പത്യ ജീവിതങ്ങളെ തകർക്കുന്ന പിശാചിന്റെ പ്രവർത്തികൾക്ക് വിരാമമിടുവാൻ, ഇവിടുത്തെ കുടുംബങ്ങളെ തകർക്കുന്ന പിശാചിന്റെ പ്രവർത്തികൾക്ക് വിരാമമിടുവാൻ ഇന്ന് രാത്രി യോർദാനെ ചവിട്ടുന്ന ചില അഭിഷിക്തന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെഴുന്നേൽക്കും, അവർ കാലുകൾ കുത്താൻ തുടങ്ങും, അവിടെ നടന്നിട്ടില്ലാത്ത ചില നടക്കും. അവർ നോക്കി വിളിച്ചു പറയും, ഞങ്ങൾ യോർദാൻ വിട്ടുമടക്കുകയാ. ഈ യോർദാനിൽ ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളത് ചെയ്യുമ്പോൾ ദൈവം ചെയ്യുവാനുള്ളത് ചെയ്യും. പെട്ടെന്ന് യേശു കർത്താവിന്റെ മുമ്പിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് വന്ന് വിളിച്ചു പറഞ്ഞു, ബ്രദർ, ഇത് നടക്കത്തില്ല, സ്റ്റോപ്പ് ഇറ്റ്. ഈ കല്ലപ്പമാക്കുമെന്ന് നിന്നെ കുറിച്ച് എനിക്കറിയാം, നീ ഒന്ന് പ്രവർത്തിച്ചു കാണിക്കാമോ? അക്ഷരാർത്ഥത്തിൽ വചനം ജനമായതുപോലെ, വചനം സംസാരിക്കാൻ തുടങ്ങിയതുപോലെ, ആദിയിൽ വചനം ചിലതിനെ ഉരുവാക്കി അദൃശ്യ മണ്ഡലങ്ങളിൽ കറങ്ങി നടന്നപ്പോൾ മനുഷ്യനോട് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അതേ വചനത്തിന് കൈകൾ കിളർത്ത്, അതേ വചനത്തിന് കാലുകൾ കിളർത്ത്, അതേ വചനത്തിന് നാവ് വന്ന്, അതേ വചനത്തിന് കണ്ണുകൾ ഉണ്ടായി, അതേ വചനത്തിന് ആമേ തലമുടി ഉണ്ടായി, അതേ വചന വസ്ത്രം ധരിക്കാൻ തുടങ്ങി, ഭൂമിയിലൂടെ കാലുകൾ കുത്തി ആ വചനം ക്ഷണമായി നടക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യനത് വിശ്വസിക്കാൻ കഴിയാതെ പോയി. പക്ഷെ പിശാച് ആമേ കാലുകൾ കുത്തി പലതിനെയും കയ്യിൽ കത്തിയും എടുത്തുകൊണ്ട് അമ്മയുടെ ഒക്കണത്ത് കിടക്കുന്ന 2 വയസ്സുകാരിയെ പറിച്ചെടുത്ത് ഏതെങ്കിലും വിജന സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ബലാത്കാരം ചെയ്യുമ്പോൾ പിശാചിനെ കാണുവാൻ ആരുമില്ല. എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ, നീ യേശുവിനെ കണ്ടു, നീ പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഉവ്വ്, ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങൾ ഊടാടി നടക്കുന്ന മോഷ്ടാക്കന്മാർ പിശാചിന്റെ വ്യക്തിത്വമാ. രാത്രിയിൽ അവൻ പരസ്ത്രീ ബന്ധത്തിനായി നടക്കുന്ന ഓരോ പുരുഷന്മാരും പിശാചിന്റെ വ്യക്തിത്വമാ. കുലപാതകത്തിന്റെ കത്തിയുമെടുത്ത് ഊടാടി നടക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ പിശാചിന്റെ വ്യക്തിത്വമാ. ആമിത മദ്യപാനത്തിൽ ഭാര്യയെ ആക്രമിക്കുന്ന
ശരീരം ഉറയ്ക്കുമായിരുന്നു. 34 വയസ്സ് വരെ അനുഭവിച്ച യാതനകൾക്ക്, പീഡനകൾക്ക് മറുപടി തരുവാൻ എന്റെ സിദ്ധാന്തങ്ങൾക്കോ എന്റെ ചിന്തകൾക്കോ എന്റെ സമുദായത്തിനോ കഴിയാതിരുന്നപ്പോൾ യേശു കർത്താവ് അവൻ ആ മുറിയിലേക്ക് ഇറങ്ങി വന്നിട്ട് സൗദി അറേബ്യയുടെ നിയമം നോക്കാതെ ആ മുറിക്കകത്ത് വെച്ച് എന്നെ സ്പർശിച്ചപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ നിര അവിടെ പരാജയപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, തമ്പുരാന് പ്രവർത്തിക്കുവാനുണ്ടെങ്കിൽ അവൻ സമൂഹം നോക്കത്തില്ല, അവൻ ആളിനെ നോക്കത്തില്ല, അവൻ നിയമത്തെ നോക്കത്തില്ല, ചുവരെഴുത്തുകളെ നോക്കത്തില്ല, അവൻ യാതൊന്നിനെ നോക്കാതെ പ്രവർത്തിക്കുന്ന ദൈവമാ. യോർദാനിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ 2 കൈകളും നീട്ടി സ്വീകരിക്കുവാൻ യേശു കർത്താവ് മനസ്സ് വെച്ചപ്പോൾ തന്നിൽ അതുവരെ ഉണ്ടായിരുന്ന ചില കൃപകള് ഈ അഭിഷേകം പറിച്ചു പുറത്തെടുത്തു. എന്തിനാ ബ്രദറെ അഭിഷേകം? എന്തിനാ അന്യഭാഷ പറയുന്നത്? എന്തിനാ കൈയടിക്കുന്നതെന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വ്യക്തമായ മറുപടി തരാം. നിന്റെ അകത്ത് ദൈവം തന്ന വിളിയെ പിശാച് അടിച്ചമർത്തി വെക്കുമ്പോൾ, നിന്റെ അകത്ത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെ അടിച്ചമർത്തി വെക്കുമ്പോൾ, കൃപയുള്ള വ്യക്തിയാ, വചനമുള്ള വ്യക്തിയാ, സത്യമുള്ള വ്യക്തിയാ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഓടിമാളത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുവെങ്കിൽ സ്വർഗം വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി സ്വർഗീയ കാര്യത്തിലേക്ക് വാ. നീയാകുന്ന അപ്പത്തെ നുറുക്കി മറ്റുള്ളവർക്ക് പ്രയോജനമാകുവാൻ, മറ്റുള്ളവരുടെ വിടുതലിനായി ഇന്ന് രാത്രി നിർജ്ജന പ്രദേശത്ത് നിന്ന് ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു യോർദാനിലേക്ക് വന്നപ്പോൾ തന്റെ മേലിറങ്ങിയ പ്രാവിന്റെ ചിറകിന്റെ ശബ്ദമായിരുന്നു നിർജ്ജന പ്രദേശത്തെ ജനവാസമുള്ളതാക്കി മാറ്റിയത്. ശബ്ദം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നീ എന്റെ പ്രിയ പുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. സങ്കീർത്തനം 37:23 വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ വഴിയിൽ എനിക്ക് പ്രസാദം തോന്നിയാൽ ഞാൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഇന്ന് രാത്രി വരെ പ്രസാദം നിന്നെ കുറിച്ച് ദൈവത്തിന് തോന്നിയില്ല എങ്കിൽ ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് നിന്നെ കുറിച്ച് പ്രസാദം തോന്നുന്ന ദൈവം അടങ്ങിയിരിക്കത്തില്ല. അവൻ ഏത് രൂപത്തിലും ഇറങ്ങി വരും. അവൻ പ്രാവായി വന്നേക്കും, കാറ്റായി വന്നേക്കും, അവൻ തൈലമായി വന്നേക്കും, അവൻ എണ്ണയായി വന്നേക്കും, അവൻ നദിയായി വന്നേക്കും. ഓർക്കുക, പരിശുദ്ധാത്മാവ് ഒരു തടാകമല്ല, അത് ഒഴുകുന്ന നദിയത്രേ, അത് ഒഴുകുന്ന നദിയത്രേ. അതിന് രാത്രി ഇവിടെ നിന്ന് ഒഴുകുമ്പോൾ ചിലതിനെ പിടിച്ചടക്കുകയും ചിലതിനെ കടമൊഴുകുമാറാക്കുകയും ചിലതിന്റെ മേൽ അതൊരു വലിയ ആക്രമ ശക്തിയായി വെളിപ്പെടുകയും ചെയ്യുമെന്ന് ദൈവത്തിനെ അതോ വിളിച്ചു പറയുകയാണ്. ആത്മസാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യെശയ്യാ 61:2 ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശു കർത്താവ് യോർദാനിലേക്ക് വന്നപ്പോൾ തന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട പലവിധ ഉത്തരവാദിത്വങ്ങളിൽ ശ്രേഷ്ഠകരമായ 2 ഉത്തരവാദിത്വങ്ങൾ. അതൊത്രേ, ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, മറ്റൊന്ന് ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രതികാരത്തെ വെളിപ്പെടുത്തുന്നത്. പിശാചിന്റെ മേൽ ദൈവത്തിന്റെ പ്രതികാരത്തെ വെളിപ്പെടുത്തുന്നത് അത്രേ ഇന്ന് രാത്രി ഇവിടെ നടത്തുന്ന സുവിശേഷ മഹായോഗം. പിശാചിന്റെ മേൽ ദൈവത്തിന്റെ പ്രതികാരത്തെ വെളിപ്പെടുത്തുന്നത് അത്രേ പാപം ചെയ്ത വ്യക്തി അന്യഭാഷ പറയുന്നത്. ഇന്ന് രാത്രി നാവിനെ പിശാച് കയ്യിലെടുത്ത്, കൈകളെ പിശാച് കയ്യിലെടുത്ത്, കാലുകളെ പിശാച് കയ്യിലെടുത്ത് അതിലേക്ക് ഇതിലേക്ക് കറക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്റെ അതേ അവയവങ്ങളെ കയ്യിലെടുത്ത് ദൈവത്തിന്റെ പ്രസാദമുള്ളതാക്കി മാറ്റുവാൻ മനസ്സ് വെക്കുന്നു. ഈ യോർദാൻ നിനക്ക് വേണ്ടി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വേഗം പ്രാവ് ഇറങ്ങി വരുന്ന ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ മേൽ ഇങ്ങനൊരു പ്രാവ് ഇറങ്ങി വരുന്ന കണ്ടാൽ തീർച്ചയായിട്ടും അന്തിച്ചു പോകും. പലരും കൂടി നിൽക്കുന്ന ഇടത്ത് പെട്ടെന്നൊരു പ്രാവ് ഇങ്ങനെ ഇറങ്ങി വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഓടിച്ചെന്നിരിക്കും. പല സഭകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന സഭകൾ പോലും പല പ്രാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രാവിന്റെ ചിറകുകൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഹേയ് കൂടപ്പിറപ്പുകളെ, 2006 ഈ ചിറകിന് നേരെയുള്ള നിന്റെ കത്രിക വെപ്പ് അവസാനിപ്പിക്കണം. ഈ പ്രാവ് പറക്കാൻ നിന്റെ അകത്തോടെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നിന്റെ കൈകൾ അവന്റെ ചിറകായി മാറണം, നിന്റെ കാലുകൾ അവന്റെ ചിറകായി മാറണം, നിന്റെ നാം അവന്റെ ചിറകായി മാറണം. നീ ചലിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രാവ് ചലിക്കാൻ തുടങ്ങും. ഈ പ്രാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ നീ യോർദാൻ വിട്ടുമടങ്ങും. ഈ പ്രാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ ഗലീല നിനക്കൊരു വിഷയമാകത്തില്ല. ഈ പ്രാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് യെരൂശലേം ഒരു വിഷയമല്ല. ഈ പ്രാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ ബേഥാന്യയിൽ നിന്നെ അടിക്കുവാൻ കൈയോങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാർ നിനക്കൊരു വിഷയമാവില്ല. പലരും അതിന് തയ്യാറല്ല. ജ്ഞാനായക്കാരെന്ന മുദ്രകുത്തി പലരും പുറമോട്ട് മാറി നിൽക്കുന്നു.
ചില മർത്തോമക്കാരെന്ന പേര് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്നു. ബ്രദറൻകാർ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്നു. TPM എന്ന് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്നു. IPC എന്ന് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്നു. AG എന്ന് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനൊന്ന് പറന്നു വരാൻ നീ അനുവദിക്കുന്നുവെങ്കിൽ എനിക്ക് നിന്റെ ലേവൽ ഒരു വിഷയമല്ല, എനിക്ക് നിന്റെ പേരൊരു വിഷയമല്ല, എനിക്ക് നിന്റെ കുടുംബമഹിമ ഒരു വിഷയമല്ല. ഇന്ന് ചില വീർപ്പുമുട്ടലുകൾ നിന്റെ അകത്ത് ഞാൻ അവസാനിപ്പിക്കുവാൻ, എന്റെ വീർപ്പുമുട്ടൽ അവസാനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുമായി നിന്റെ മേൽ പറന്നിറങ്ങുവാൻ ഞാൻ പദ്ധതിയിടുകയാണ്. അത് നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന തലങ്ങൾ വ്യത്യസ്തമായി കയറി നിൽക്കുവാൻ ഒരിക്കലും അനുമതി ലഭിച്ചിട്ടില്ലാത്ത ദേവാലയത്തിന്റെ നടുവിൽ എന്റെ യേശു കർത്താവിനെ കൊണ്ടു നിർത്തിയത് ഇത് പറന്നിറങ്ങി വന്ന പ്രാവ്. എന്തായിരുന്നു സംഭവിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞ തുറന്ന സ്വർഗത്തിനകത്ത് നിന്ന് ഒരു ഇടുത്തി പോലെ ഇറങ്ങി വന്ന, പ്ലാസ്റ്റിക് മിസൈൽ പോലെ ഇറങ്ങി വന്ന, ഒരു അനുഭവം പോലെ ഇറങ്ങി വന്ന, യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാകുന്ന നസ്രേനാകുന്ന യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന ശബ്ദം, നീ എന്റെ പ്രിയ പുത്രൻ, ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു. യോർദാൻ ഇത് കേട്ട് ഭയന്നുപോയി. അവൻ ഇരുളിന്റെ ശക്തികൾ അലറി വിളിച്ചു. അവർ വിളിച്ചു പറഞ്ഞു, ഹേയ്, സമയത്തിന് മുമ്പ് എന്തിനു വന്നു? സംഭവം സമയമായപ്പോൾ ദൈവശബ്ദം അവന്റെ മേൽ ഇറങ്ങി വരുവാൻ അവൻ അനുവദിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മനുഷ്യ, പാപത്തിന് ഇടം കൊടുക്കാതെ, പാപത്തിനോട് രമ്യത കൂടാതെ ഇറങ്ങി വരുന്ന ദൈവശബ്ദത്തിന് നീ ഇടം കൊടുക്കുന്നുവെങ്കിൽ അത് നിനക്ക് വേണ്ടി ചില മാന്യതയുടെ തലകൾ ഒരുമിക്ക് വെക്കുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നീ ചെല്ലുന്ന മണ്ഡലത്തിൽ നിനക്ക് മുമ്പായി ഈ ശബ്ദം അവിടെ ചെല്ലു. അത് ഇടപെടേണ്ടവരോട് ഇടപെടും. വിളിച്ചു പറയും, അല്ലയോ പ്രിയപ്പെട്ട മാർത്തേ, അല്ലയോ പ്രിയപ്പെട്ട മറിയേ, നിന്റെ മാമിന് ആംഗളയായിരിക്കുന്ന ലാസറിനെ കല്ലറയ്ക്കകത്ത് തോന്നിക്ക് വെച്ചിട്ട് നാട്ടുകാരെല്ലാം ചട്ടം കെട്ടി അവൻ പുരോഹിതന്മാർ ഒരുമിച്ച് ചേർന്ന് അവൻ അകത്തു വെച്ച ശവം പുറത്തെടുക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു ദേശവ്യാപകമായി വേലി കെട്ടുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, എന്റെ അകത്ത് പറക്കുന്ന പ്രാവ് ചിറകടിക്കാൻ തുടങ്ങി. ഞാൻ വരികയാ, ധാന്യയിലേക്ക് വരികയാ. അതിന്റെ ചിറകുകൾ മുറിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അന്നത്തെ ആഭിചാരത്തിനോ അന്നത്തെ മന്ത്രവാദത്തിനോ ആ പ്രാവിന്റെ ചിറക് മുറിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ധാന്യയിലേക്ക് വന്ന യേശു കർത്താവിനെ തടയുവാൻ പിശാചിന് കഴിയത്തില്ലെന്ന് തന്റെ അകത്തെ ശബ്ദം ഒരിക്കലൂടെ വെളിപ്പെടുത്തി. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? അകത്തേക്ക് ഇറങ്ങി വരുന്ന ശബ്ദത്തെ അനുവദിച്ച് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ പ്രയാണത്തിന് ഒന്നാം ഘട്ടമായി മുന്നിൽ കുതിക്കുമെന്ന് ദൈവം വിളിച്ചു പറയുകയാ. നീ ആരുമായിക്കൊള്ളട്ടെ, വചനം ജഡമായി തീർന്ന യേശു കർത്താവിനെ നോക്കി അങ്ങനെയില്ല ഇങ്ങനെയില്ലെന്ന് പറഞ്ഞ ഇരുളിന്റെ ശക്തികൾക്ക് ചുട്ട മറുപടി കൊടുക്കുവാൻ കഴിയാതിരുന്ന കർത്താവിനെ മേൽ സ്വർഗം പകർന്നു കൊടുത്ത ശബ്ദം അതത്രേ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന സുവിശേഷം. നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മത്തായി 17 ശിഷ്യന്മാരുമായിട്ട് യേശു കർത്താവ് ഒരു മലയുടെ മുകളിലേക്ക് കടന്നുപോയി. അവിടെ പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, ചില സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് യേശു കർത്താവിനെ വാഴ്ത്തി, വാനോളം വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അവർ ആ മലയിലേക്ക് ചെന്നപ്പോ പെട്ടെന്ന് യേശു കർത്താവിന്റെ മുഖമങ്ങ് മാറി. തന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. തന്റെ വസ്ത്രം തൂവെള്ളയായി മാറി. കൂടെ നടന്ന ശിഷ്യന്മാർ അത് കണ്ട് അമ്പരന്ന് പോയി. ഇത്രയും നാൾ കൂടെ നടന്ന മനുഷ്യന് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവ വ്യത്യാസം. ബ്രദർ, ദൈവം പറഞ്ഞിട്ട് നീ ചെല്ലേണ്ട ഇടത്ത് ചെല്ലുന്നുവെങ്കിൽ നിന്റെ ഷേപ്പ് മാറിയതായി കാണുവാൻ നിന്റെ അടുത്തുള്ളവർക്ക് ദൈവം കാഴ്ചപ്പാട് കൊടുക്കും. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? അത് കാണുവാൻ ആരുമില്ല, കേൾക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് അവസാനിപ്പിക്കുക. അവസ്ഥയ്ക്ക് മാറ്റം തരുന്ന ഒരു ദൈവ സാന്നിധ്യം മേഘം പോലെ ഇറങ്ങി യേശു കർത്താവിന്റെ മേൽ വ്യാപരിച്ചതുപോലെ അവനാൽ അയക്കപ്പെട്ട നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന്റെ എന്തോ മനസ്സ് വെച്ചിരിക്കുകയാ. സഹോദരന്മാർ സൂക്ഷിച്ചു നോക്കി. എന്താ സംഭവിച്ചത്? മൈൻഡ് ചെയ്തില്ല. അവരെല്ലാം കൂടിയിരുന്നിട്ട് പലതും പറയാൻ തുടങ്ങി. ഇത് മോശയ്ക്കുള്ള വീട്, ഇത് ഏലിയാവിനുള്ള വീട്, ഇത് യേശു കർത്താവിനുള്ള വീട് എന്ന് പറയുന്നു. അഭിപ്രായമൊക്കെ ചോദിച്ചു. പക്ഷേ അവിടെ വെച്ച് മറുപടി പറയുവാൻ യേശു കർത്താവിനേക്കാൾ മുമ്പിൽ ഇറങ്ങി വന്ന ഒരു ശബ്ദം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ട പത്രോസേ, അല്ലയോ എന്നെ കേൾക്കുന്ന യോഹന്നാനെ, അല്ലയോ എന്നെ കേൾക്കുന്ന യാക്കോബേ, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നിന്നെ കാത് കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ഇന്ന് രാത്രി ദേശത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. സത്യത്തിന് ചെവി കൊടുക്കുക, സമാധാനത്തിന് ചെവി കൊടുക്കുക, ആത്മാവിന് ചെവി കൊടുക്കുക. ജനപ്രകാരം യേശുവിനെ ആരാധിക്കുന്നവരെ മടങ്ങി വരിക. ഹൃദയത്തിന്റെ മൂടുപടങ്ങളെ വലിച്ചു കീറി യേശു കർത്താവ് വിളിച്ചു പറയുന്നു, നീ ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ ജഡത്തിലുള്ള യേശുവിനെ കാണാതിരിപ്പാൻ ഇന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ പകരുകയാണ്.
അവിടെ വെച്ച് സഹോദരന്മാർ നെടുമ്പാട് വീണ് കരഞ്ഞു. ക്ഷമിക്കണം പിതാവായ ദൈവമേ, കൂടെ നടന്ന യേശുവിനെ ഞങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോയി. കൂടെ നടക്കുന്നവർ പലർക്കും കാണുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ യേശു അദൃശ്യനായിട്ടും രൂപവ്യത്യാസമുള്ളവനായി തീർന്നപ്പോൾ അവർക്കത് കാണുവാൻ കഴിയാതെ കിടന്ന മണ്ഡലത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം രണ്ടാമനായി ഇറങ്ങി, ചെവി കൊടുക്ക്, ഇവൻ അതിന്റെ കൂടെ നടക്കുന്നവൻ, ഇവനെ ഞാൻ അഭിഷേകം ചെയ്തവനാ, ഇവൻ എന്റെ പ്രിയപുത്രനാ. അവൻ പരിശുദ്ധാത്മാവെന്ന് വിളിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ഈ ദേശത്തോടും അതേ ദൂത് തന്നെ ദൈവത്തിന് പറയുവാനുണ്ട്. അങ്ങനെയുള്ള ശബ്ദം അകത്തുള്ളവൻ അവൻ ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്നപ്പോൾ അവസ്ഥയെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി നിന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെ തെറ്റി ഒരു കൂട്ടം അവിടെ കോടി വന്നപ്പോൾ വിശ്വസ്തനായ യേശു വിളിച്ചു പറഞ്ഞു, ഉയരത്തിൽ നിന്നും ഇറങ്ങി വന്ന പ്രാവിന്റെ ചിറകടി അതിന്റെ കൈകളിൽ അടിക്കുന്നു, അതിന്റെ കൈകളിൽ ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദൃശ്യ മണ്ഡലങ്ങളിൽ ഞാൻ ദൈവ സാന്നിധ്യം അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അവന്റെ മേൽ സാമ്യൻ ഇറങ്ങി വന്നപ്പോൾ പത്രോസിനെ നോക്കി, അന്ത്രയോസിനെ നോക്കി, യാക്കോബിനെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു, ഇരുത്ത്, പന്തി പന്തിയായി ഈ പുൽപ്പുറങ്ങളിൽ 50 പേരായി 100 പേരായി നിരത്തിയിരുത്ത്. എന്റെ അകത്ത് ചലിക്കുന്ന ഒരു പ്രാവിന്റെ ചിറകടി ഞാൻ കേൾക്കുന്നു. അവൻ എന്തോ ചെയ്യുവാൻ പോവുകയാ. ശിഷ്യന്മാർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പോലും. ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും, ഇത്രയും ജനത്തിന്റെ മുമ്പിൽ 5 അപ്പവും 2 മീനും കൊണ്ട് എങ്ങനെ നടക്കും? ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയും, രോഗിയെ പുറാമി സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷേ 5 അപ്പം കൊണ്ട് അല്ലെ 2 മീൻ കൊണ്ട് ഇവർക്ക് എങ്ങനെ വയറിന്റെ വിശപ്പ് മാറ്റുവാൻ കഴിയും? അറിയാതെ പോയ ഒരു കൂട്ടം അഭിഷിക്തന്മാരെ നോക്കി ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, നീ സംശയിച്ചുകൊണ്ട് യേശുവിന്റെ കൂടെ നടക്കരുത്. ഇന്ന് നിന്റെ സംശയത്തിന്റെ പാഠം അത് പൊടിച്ചു കള. നീ കണ്ടിട്ടില്ലാത്തത് കാണുവാൻ പോവുകയാ, നീ ചെയ്തിട്ടില്ലാത്തത് സാക്ഷ്യം വഹിക്കാൻ പോവുകയാ. ഒരു വലിയ പ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ദേശത്തെ നോക്കി, ദൈവജനത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഈ കൺവെൻഷൻ കഴിഞ്ഞ 18ാം രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദേശത്തൊരു ചലനമുണ്ടാക്കും. അത് വെളിപ്പെട്ട് വരുവാൻ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. സംശയത്തോടു കൂടിയവർ കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആരുടെ പക്കലുണ്ട് അപ്പം? ആരോടാ ചോദിക്കുന്നത്? എല്ലാവരോടും ചോദിച്ചു. പക്ഷെ ഒരു സഹോദരൻ, ഒരു കൊച്ചു പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റു. യോഹന്നാൻ 6-ാം അധ്യായത്തിലുണ്ട്. തന്റെ പാണ്ഡത്തിനകത്ത് നിന്ന് 5 അപ്പം. ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ, ഇതുമല്ല പ്രായമുള്ളവരുടെയും അവരൊക്കെ എപ്പോഴേ അത് തീർത്ത് കളത്തിയത്. പക്ഷെ കൊച്ചു പയ്യനായതുകൊണ്ട് ഉള്ളി അത് ഇട്ടോണ്ട് നടക്കുക. ഇതെല്ലാം കണ്ട ആൾക്കാരെയൊക്കെ നോക്കി. അതുകൊണ്ട് അവർ തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുകയും. ശിശുക്കളെ പോലായാൽ എടുക്കാൻ ചെല്ലുമ്പോൾ എന്തോ ഈ കൂട്ടുകാരെ ഉപയോഗിച്ച് കാണിക്കുന്നു, നാട്ടുകാരെ ഉപയോഗിച്ച് കാണിക്കുന്നതന്നെ. എന്നെ എടുക്കാതിരിക്കുക, എന്തൊന്നും പറയത്തില്ല. കൊച്ചു കുഞ്ഞിനെ വലിച്ചെടുക്കുവാനുള്ള മനസ്സോടെ യേശു കർത്താവ് അവനെ വലിച്ചെടുക്കും. വെറുതെ ശിശുക്കളെ പോലാകുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. ശിശുവിനെ പോലാകുവാൻ ദൈവമക്കളെ ഈ രാത്രി ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ വെച്ച് ഈ പാണ്ഡത്തിനകത്തിരുന്ന 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് അന്ത്രയോസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഓടി കർത്താവിന്റെ അടുക്ക വന്നപ്പോ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആത്മാവിന്റെ ചിറകടി അകത്തുള്ള യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, മോനെ, ഇത് നീ കാണുന്നതിന് മുമ്പേ ഞാനിത് കണ്ടുകൊണ്ടാ നിന്നോട് വിളിച്ചു പറഞ്ഞത്. ഇത് നീ കാണുകയായിരുന്നില്ല, ഇത് കണ്ടുകൊണ്ടാ ഞാൻ ഇത് വിളിച്ചു പറഞ്ഞത്. പോയി തിരഞ്ഞ് എടുത്തുകൊണ്ട് വരുവാൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് വന്നവർ യേശു കർത്താവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഞാൻ ആത്മാവിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, കർത്താവ് 5 അപ്പത്തെ നോക്കിയില്ല, കർത്താവ് മീൻ എണ്ണാൻ പോയില്ല, ഇരിക്കുന്ന ജനത്തെ എണ്ണാൻ പോയില്ല, അവരുടെ സ്റ്റൈലും വിശപ്പും കൂടെ വയറും കാണുവാൻ പോയില്ല, ആ കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ടെന്ന് നോക്കുവാൻ പോയില്ല. കുടുംബത്തിൽ എന്റെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എന്റെ ഭാര്യ വിശന്നിരിക്കുമ്പോൾ, എന്റെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ അവർക്കൂടെ കൊടുത്തിട്ട് ഭക്ഷിക്കുമെന്നുള്ളത് കൊണ്ട് 5000 പുരുഷന്മാരെ മാത്രം കണ്ടുകൊണ്ട് എന്റെ ദൈവം അവർക്ക് പിന്നിലൂടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ 5 അപ്പത്തെയും 2 മീനെയും യേശു കർത്താവിന്റെ കയ്യിലേക്ക് വെച്ചിട്ട് ഉയരത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞു. ഉയരത്തിലേക്ക് നോക്കിയ യേശുവിന്റെ മേൽ ആ ഉയരത്തിൽ നിന്നും ചിറകടിച്ചു വന്ന പ്രാവ് ഇറങ്ങി വന്ന് അതേ സ്വർഗം തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ഒരിക്കൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തുറക്കുവാൻ നീ കരയണ്ട. നീ വിശ്വസ്തയുടെ കയ്യിലേക്ക് നിനക്കുള്ള വിഷയത്തെ എടുത്തു വെച്ച് അടുത്തിരിക്കുന്ന വിഷയത്തെ നോക്കാതെ ഉയരങ്ങളിലേക്ക് നോക്കുന്നുവെങ്കിൽ അവിടെ നീ കാണുന്നത് അതേ